അമ്മ ഇത് ഇളക്കമൊന്നുമല്ല, ഇത് ന്യൂജൻ കണ്ണടയാണിത്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇത്. പെൺസിബിലിറ്റി അതുകൊണ്ടാ കുഴപ്പം, അല്ല ഇളക്കൊന്നുമില്ല. ഒരു കുഴപ്പമില്ലെന്നേ. നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടണം. നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് 20,000 രൂപയുടെ കണ്ണട മേടിച്ചിട്ട് പൊങ്ങച്ചം കാണിക്കാം അല്ലേ? ആരാ പൊങ്ങച്ചം കാണിച്ചത്? ആരാ പൊങ്ങച്ചം കാണിച്ചെന്ന്? നിങ്ങൾ തന്നെയല്ലേ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നത്, പിന്നെ ഞാനാ? ഞാൻ പൊങ്ങച്ചം കാണിക്കും. എന്തേ വല്ലതും പറയാനുണ്ടോ? എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ഇവരോടാ. എവിടെയാ പോകുന്നത്? ഞാനങ്ങും പോകുന്നില്ല. കണ്ടോടാ നിന്റെ പെമ്പർന്നോത്തി, കണ്ടോ? അത് തന്നെ നീ പറഞ്ഞാ ഏത്? അത് നിന്നോട് പറയണമെന്നുണ്ടോ? അത് കൊള്ളാമല്ലോ. എനിക്ക് എന്റെ മകനും കൂടെ ഒന്നും പറയാൻ പറ്റില്ല. എന്റെ കെട്ടിയോൻ പറഞ്ഞത് പറയണം. അത് നീ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. എന്നോട് പറയുന്നത് ഞാൻ നിന്നോട് പറയത്തില്ല. 20,000 രൂപയുടെ കണ്ണട കയ്യിൽ വെച്ചാൽ താഴെ വീണ ഞാൻ 5 പൈസ കൊള്ളൂല. എടി ഈ കണ്ണട പോകാതെ സൂക്ഷിക്കാനൊക്കെ ഉള്ള വിവരം ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിനക്കാടി ഒരു ബോധമില്ലാത്ത എന്തൊരു സാധനം ഇത്. എനിക്ക് ബോധമില്ല. നിങ്ങളോട് ആരാടാ? നിനക്ക് ഒരു ബോധമില്ല, ഒരു പൊക്കണവും ഇല്ല. നിനക്ക് ഒരു ബോധമില്ലടി. ഒരു ബോധം എന്ന് പറഞ്ഞാൽ നിനക്ക് എന്തിനു കൊള്ളാടി നിന്നെ. പോക്കണ്ടില്ലേ? Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. എന്താണ് പതിവില്ലാത്ത ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി തന്നത്? ഒരു സന്തോഷം കുടിക്ക്. അങ്ങനെ സന്തോഷത്തോടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തന്നുകൂടെയോ? ജ്യൂസ് ഉണ്ടാക്കി തരാനുള്ള സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. നീ കുടി. കുടിക്കാലോ? എടാ എന്താ ജ്യൂസാടാ? ഒപ്പം കുടിച്ചവേ. എന്താ സുഖം? എടാ എടാ അവിടെ എന്താ എവിടെ എന്തായി? അത് പറയാൻ വേണ്ടിയില്ല ഞാൻ വന്നേ. അച്ഛനും അമ്മയും നമ്മി പൊരിഞ്ഞടി. അവിടേക്ക് പിന്നെ അച്ഛമ്മയുടെ എൻട്രി. പിന്നെ 3 പേര് തമ്മി മലർന്നടി, അടി അടിയോരടി. അച്ഛൻ കിടന്ന് ഇഷ്ട ഇന്ന ഇന്ന എല്ലാം വരയ്ക്കുന്നുണ്ട്. അതിന് അച്ഛൻ വരയ്ക്കണ്ട, പടം വരക്കാരനാ. അച്ഛൻ പടം വരക്കാരനല്ലടാ, അച്ഛൻ ചെണ്ട കൊട്ടുകാരനാ. ഇവനാ എന്റെ ചെണ്ട. എന്റെ തലയില് ഞാൻ എന്താ ചെയ്ത്? നീ എന്തിനാടാ അവിടെ പോയിട്ട് പാര വെച്ചത്? ആര് പാര വെച്ച്? നീ അച്ഛമ്മയുടെ പോയി കണ്ണാടി മേടിച്ചതിന്റെ കാര്യം പറഞ്ഞ അമ്മയുടെ പോയി പാര വെച്ചില്ലടാ. ഞാൻ പറഞ്ഞില്ല. പിന്നെ ആരാടാ പാര വെച്ചത്? അതെ, ചേട്ടൻ മാത്രല്ല, കൃഷ്ണേച്ചി ഉണ്ടായിരുന്നു. എന്തോന്നാടി ഈ കുടുംബത്തിനകത്ത് ഈ തമ്മിത്തല്ല ഉണ്ടാക്കുന്നത്? അത് പിന്നെ അച്ഛൻ എന്റെ മുഖത്ത് നോക്കി എന്തോന്ന് വിളിച്ചത്? ആർഭാടക്കാരെന്ന് വിളിച്ചില്ലേ? എടാ 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു വീട്ടില് ഹോം തിയേറ്റർ വേണമെന്ന് പറഞ്ഞാൽ അതിന് ആർഭാടല്ലാതെ പിന്നെ എന്തുവാടാ? അച്ഛൻ്റെ കാശില്ലായിരുന്നെങ്കിൽ പറഞ്ഞാ പോരായിരുന്നോ? പറയാതെ മനസ്സിലാവില്ലല്ലേ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും? വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അച്ഛമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം 20,000 രൂപയുടെ കണ്ണാടി. എടാ പൊട്ടൻ ചെറുക്ക, 20,000 രൂപയുടെ കണ്ണാടി മേടിച്ചു കൊടുത്തെങ്കിലേ അതിനുള്ള പൈസ അച്ഛമ്മ എനിക്ക് തന്നു. നീ തേടാ പൈസ, ഞാൻ നിനക്ക് ഹോം തിയേറ്റർ സെറ്റ് ചെയ്ത് തരാടാ. എന്റെ പൈസ ഞാൻ തന്നെ വാങ്ങിച്ചു വെച്ചാൽ പോലെ. അച്ഛൻ്റെ സഹായം ഒന്നും എനിക്ക് വേണം. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞേക്കാം. അവിടെ പുഷ്പ മതം പൊട്ടി നിൽക്കുകയാണ്. അവളെ പറഞ്ഞ് തണുപ്പിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും കാര്യം പോക്കാ കേട്ടോ. നിങ്ങളല്ലേ പാര വെച്ചത്? ഒതുക്കി തീർത്തോണം എല്ലാം കൂടെ പോയിട്ട്. എടാ എന്തുവായി നോക്കിയാ പോടാ, പോയേ നീ പോയേ. അച്ഛനെ അങ്ങനെ തന്നെ പാടുള്ളൂ. എനിക്ക് തരാനുള്ള പൈസ തരാണ്ട് എന്നെ പറ്റിച്ചില്ലേ? നീ എന്നെ പറഞ്ഞ് പറ്റിച്ചില്ലേ? ലണ്ടൻ, UK, ആന കൂന എന്നൊക്കെ പറഞ്ഞിട്ട് നീ അടി കള്ളി. ഞാൻ എന്ത് കള്ളി? ഞാൻ എന്ത് പറ്റിച്ചു? നീ കള്ളിയാ, കരിങ്കള്ളി. അച്ഛാ എന്തോന്ന് കിച്ച വെറുതെ അച്ഛന് പുഷ്പടേന്ന് ഓരോന്ന് കിട്ടണത്. എന്താ പറഞ്ഞത്? പുഷ്പയാ? അല്ല അമ്മ 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 തള്ളേം തന്റെയൊക്കെ പേര് വിളിക്കാൻ മാത്രം വളർന്നോടി നീ? സ്നേഹമുള്ള കൂടുമ്പോ അങ്ങനെ വിളിക്കണതാ. സ്നേഹം കൂടുമ്പം ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നോണ്ടായി സ്നേഹം കൂടുന്നതും തന്നെയും തള്ളേം ബഹുമാനം ഇല്ലാതായതൊക്കെ കേട്ടാ. നീയും കളിക്കണ്ട, നിനക്കും ഉണ്ട് ഇച്ചിരി കുഴപ്പം. നീ അങ്ങനെ ജ്യൂസ് കുടിക്കണ്ട. ഓരോ ദിവസം കഴിയുന്നവരും എല്ലാം തലതെറിച്ച് വന്നോണ്ടിരിക്കുക.